വനരച്ചെഴുതുന്നു കോലങ്ങളെന്നും കിഴക്കിനി കോലായിലരുണോദയം പകലകം പൊരുളിന്റെ ശ്രീരാജധാനി ഹരിത കമ്പളം നീട്ടി വരവേൽപ്പിന ഇതിലേ വരു സാമദാന വീണ വീട്ടി അഴകെ ब्रह्मचारिण स्वाहा विमायन्त ब्रह्मचारिण स्वाहा दमायन्त ब्रह्मचारिण स्वाहा समायन्त ब्रह्मचारिण स्वाहा കുഞ്ഞൂട്ടാ എന്താ തിരുമേനി ഇത്രടം മറന്ന് വരാൻ പറ്റുമോ? താ വരണോ? പാട്ടിന്റെ താളത്തിൽ തുള്ളടിയാനോ ലംഘിത്തില്ലാന ഞാറ്റുപാട്ടിന്റെ താളത്തിലാടടി കുഞ്ഞോലംഘിത്തില്ലാന തോറ്റം പാട്ടിന്റെ താളത്തിലാടടി കുഞ്ഞൂട്ടാ എന്താ തിരുമേനി ഞാനിവിടെ വന്ന് നിൽക്കല്ലേ പിന്നെ എന്തിനാ പാത്രത്തിൽ നോക്കി വിളിക്കണേ? തന്നെ വിളിച്ചല്ലടോ. പിന്നെ ഈ പാത്രത്തിനകത്തൊരു കുഞ്ഞു ഓട്ട എന്നാ പറഞ്ഞത്. അതൊക്കെ ഇരിക്കട്ടെ, രാവിലെ കഴിക്കാൻ എന്താ ഉള്ളതാ? എന്നുള്ള ആഹാരം തന്നെ. എന്ന് വെച്ചാ പട്ടിണി കഴിച്ച് ശൗചാലയത്തിൽ ചെന്നിരിക്കുമ്പോ അതെന്നോട് പറയും എഴുന്നേറ്റ് അടുക്കളയിൽ പോയിരിക്കുക, അത് ഗ്യാസ് അടുപ്പല്ലെന്ന്. തിരുമേനി വിഷമിക്കണ്ട. തിരുമേനി ഇന്നലെ കൊണ്ടുവന്ന കറുത്ത കായുടെ തൊലി കളഞ്ഞിട്ട് കുരു ഞാൻ ചുട്ടു വെച്ചിട്ടുണ്ട്, ചൂടോടെ വന്ന് കഴിക്കുക. ഈന്തപ്പഴത്തിന്റെ പഴം കളഞ്ഞിട്ട് കുരു ചുട്ടു വെച്ചിട്ടുണ്ടെന്ന ഏഭ്യം പറയണതേ. നോക്കി നിൽക്കാതെ ഫോൺ എടുക്കണോ? എടുത്താ ഫോണിനകത്ത് ആരാ നോക്കുക? തിരുമേനി ഇതിനകത്ത് എങ്ങനെയാണ് നോക്കണത്? എടാ ഫോൺ എടുത്തൊന്ന് ഹലോ എന്ന് വെക്കണോ? ഹലോ ഹലോ, ആരാ? ഒരു രാജുവാ സംസാരിക്കുന്നത്. തിരുമേനി ഒരു രാജ്യം വിളിക്കണു. ശിവ രാജ്യമൊക്കെ വിളിക്കേ. എന്താ ഇത്? ഹലോ ഹലോ, ഏത് രാജ്യാണാവോ? രാജ്യം പഞ്ചായത്ത് ഒന്നും അല്ല. രാജു തിരുമേനി ചികിത്സിച്ച രാജു ഇല്ലേ? ഓ, കളിമൺ ചികിത്സ നടത്തിയ കളിമണ്ണ് മേത്ത് വെച്ച രാജുവാ സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം. പെരക്കകത്ത് കയറാൻ പറ്റുന്നില്ല ഇപ്പൊ എനിക്ക്. അതെന്താണോ? എന്റെ മേത്ത് മൊത്തം പുല്ല് വിളിച്ച് നിൽക്കുക. തൊഴുത്തുണ്ടോ വീട്ടിലെ? ഉണ്ട്. എന്നാ പോയി തൊഴുത്തി കമന്നങ്ങോട്ട് കിടക്കുക. പശുവിനോളും തന്നെ പുല്ല് പശുവിന് കൊടുക്കണോ പട്ടിക്ക് കൊടുക്കണോ ഞാൻ തീരുമാനിക്കും. താൻ അവിടെ പോകരുത്, എങ്ങും പോകരുത്. ഞാനിപ്പോ ആളെ കൂടെ അങ്ങോട്ട് വരുന്നുള്ളൂ. നിന്റെ ചികിത്സ ഞാൻ നിർത്തും ഞാൻ. കുഞ്ഞൂട്ടാ എന്താ തിരുമേനി പലായനം ചെയ്യാ? അതിന് തിരുമേനിയുടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടോ? എന്താ പലഹാരം തിന്നാൻ പറഞ്ഞു. ഓ, പലഹാരം തിന്നണ കാര്യല്ലോ പറഞ്ഞത്. എടോ പലായനം ചെല്ലാൻ റെഡ് അലർട്ട് ഓട്ടോ പിടിച്ച് വരണെന്നതാ. തിരുമേനി തൊടിയിലൊരു മുള്ളം പന്നി. എവിടെ? എന്തായി കാട്ടണേ? തൊടയില് മുള്ളം പന്നി എന്ന് പറഞ്ഞു. തൊടയിലല്ല, തൊടിയിലൊരു മുള്ളം പന്നി വിരിഞ്ഞു നിക്കണോ. എടോ അത് കൈതച്ചക്ക വിളഞ്ഞു നിക്കണതാണ്. ആണോ? തന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ? അന്ന കാര്യമുള്ള ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുക. അതായത് ഈ പാമ്പ് പടം പൊഴിക്കുന്നത് എന്തിനാണ്? അടുത്തത് വരയ്ക്കാൻ. ആണോ? അപ്പോ ഈ പടമൊക്കെ എവിടെ കൊണ്ടാണോ വെച്ചിരിക്കണത്? ഏതെങ്കിലും മ്യൂസിയത്തിൽ പോയി നോക്കണോ? ആണോ? എന്ത് പറഞ്ഞാലും ആണോ അതിരിക്കട്ടെ. തെക്കേ പറമ്പിൽ നിന്ന് മടലെടുക്കാൻ ശാരദ പറഞ്ഞുണ്ടോ? കൊടുക്കണ്ട കേട്ടോ. എന്താ തിരുമേനി നന്ദിയില്ലാത്ത വർഗാടോ. ഇന്നലെ ഞാൻ ഇച്ചിരി കുറുന്തോട്ടി പറിക്കാൻ ചെന്നപ്പോ ഇവിടുന്ന് എടുത്തോണ്ട് പോയ മടലിന് എന്റെ പുറവടിച്ച് പൊളിച്ചു. തിരുമേനി ഏത് സമയത്താണ് അവിടെ ചെന്നത്? വെളുപ്പിനെ 2:45 3 മിനിറ്റ് ഉള്ളപ്പോ. കൊല്ലാതെ വിട്ടത് ഭാഗ്യമായല്ലോ. എന്ന് വെച്ചാ അതായത് ശുക്രൻ ലഗ്നത്തിലിരുന്ന് തുറച്ചു നോക്കുന്നതിനാൽ നാരീകസ്ത പീഡനം ഫലം. മനസ്സിലായില്ല. പെണ്ണുങ്ങളുടെ ഇനി അടി മേടിക്കുമെന്ന്. എന്താ ഇത്? എന്ത് പറഞ്ഞാലും അടി ഇടിന്ന് മാത്രമേ ഉള്ളൂ. തിരുമേനി ഇത് എന്തിന്റെ മരുന്നാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്? എടോ അതൊന്നുമില്ല, ഈ രോഗം ഏത് മരുന്നിനും ഉപയോഗിക്കാം. അല്ല ഈ മരുന്ന് ഏത് രോഗത്തിനും ഉപയോഗിക്കാം. ആണോ? അപ്പൊ ഇതിന് നമുക്കൊരു പേരിടണമല്ലോ. ഇതിന്റെ പേര് അമൃത ഭൈരവി. അത് കൊള്ളില്ല കേട്ടോ. തന്റെ പേരെന്താ? കുഞ്ഞൂട്ടൻ. അത് കൊള്ളാവോ? അത് കൊള്ളാവോടോ? അത് കൊള്ളില്ലല്ലേ? പിന്നെ ഇതിനത് തന്നെ നല്ലതാ. മനസ്സിലായോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ തിരുമേനി, തിരുമേനി ഈ മന്ത്രവിദ്ര തന്ത്ര ഒന്നും അറിയില്ലടാ കുട്ടി. അപ്പൊ തിരുമേനി അതല്ല, തിരുമേനി എങ്ങനെയാണ് പഠിച്ചത് ഈ മന്ത്രങ്ങള്? എന്റെ മുത്തച്ഛൻ കാട്ടിൽ വേട്ടക്ക് പോവായിരുന്നു. ഈ കാട്ടിൽ എത്ര തരം പുലി ഉണ്ടെന്ന് എനിക്കറിയോ? അറിയില്ല തിരുമേനി. അതായത് ശ്രദ്ധിച്ചു കേട്ടോളൂ. പരയംപുലി, കരിമ്പുലി, പുള്ളിപ്പുലി, കൊടംപുളി, പിഴുപുളി. തിരുമേനി നിർത്തുക. തിരുമേനിയാണല്ലോ ഇപ്പൊ കാട് കയറി പോണത്. ആണോ? എന്നാ ഇതവിടെ അങ്ങ് അവസാനിപ്പിക്കാം. നല്ലതാ. മനസ്സിലായോ? എന്തൊക്കെ ചെയ്താലാ കുഞ്ഞൂട്ടാ. എന്താ തിരുമേനി? ആള് വന്ന് മുത്തത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. വരവ് കണ്ടിട്ട് കുറെ കാലത്തിന് ശേഷം ഇച്ചിരി കാശ് കിട്ടാൻ സൗഭാഗ്യമായി ഇല്ലത്തിലേക്ക് മഹത്തായ ഒരു അതിഥി വരുന്ന ദിവസം. കുഞ്ഞൂട്ടാ എന്താ തിരുമേനി? പാഠ്യത്വം കളയണ്ട. ആ കാര്യം ഞാൻ ഏറ്റു. താൻ
താൻ എന്താണ് ഈ കാട്ടണത്? തിരുമേനി അല്ലേ പറഞ്ഞ ആട്ടിക്കൊണ്ട് നിൽക്കാൻ? ഇവിടെ ആട്ടിക്കൊണ്ട് നിൽക്കാനല്ല പറഞ്ഞത്, പിന്നെ? ഗമയായിട്ട് നിൽക്കാൻ. തിരുമേനി എന്നോട് പൊറുക്കണം. എന്താ ഗമ എങ്ങനെ ആട്ടണ്ടെന്ന് എനിക്ക് അറിയില്ല. താൻ പോയി അകത്ത് പോയി വല്ല തേങ്ങ ആട്ടുക. ആ നല്ലതാ. എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ, ഇങ്ങനൊരു ശാസ്ത്രൻ. നമസ്കാരം. അതാണല്ലോ ഒരു മര്യാദ. എന്ത് നമസ്കാരം പറയുന്നത്? അത് മനസ്സിലായി. അല്ല, എനിക്ക് അറിയാൻ പാടില്ല ചോദിക്കാ, ഓ. വീട്ടിൽ സ്ഥലമില്ലാഞ്ഞിട്ടാണോ ചുണ്ടൻ വെള്ളം മൂക്കിന് തുമ്പത്ത് വെച്ചോണ്ട് വന്നേക്കണത്? അത് സംഭവം എന്താണെന്നറിയോ? രാവിലെ തലവഴങ്ങി വെള്ളം കോരി ഒഴിച്ചപ്പോഴേ വള്ളം നിറഞ്ഞ് ചുണ്ടിന്റെ ബാലൻസ് തെറ്റി, അതാ കമത്തി വെച്ചത്. ഓ, എന്തിനാ വന്നത്? തിരിച്ചു കാണിക്കാൻ അവിടുന്ന് ഇവിടം വരെ വരേണ്ട കാര്യമുണ്ടോ? അതല്ലെന്ന്, നമ്മുടെ ഇവിടെ കപ്പക്കായം കിട്ടത്തില്ല. കപ്പക്കായ ഇവിടെ അല്ല, അത് വല്ല അങ്ങാടി മരുന്നിടെ പോയി തോയ്ക്കുക. അതല്ലെന്ന്, കായകൽപ്പാണോ അത് തന്നെ ഉദ്ദേശിച്ചത്. ആദ്യം ഇവിടെ തന്നെയാ. അപ്പൊ എനിക്ക് തിരുമേനി ഒന്ന് കാണണം. ഞാൻ തന്നെ ആണോ? അപ്പൊ ഈ തിരുമേനിക്ക് കുടുംബിയില്ലേ? ഉണ്ടായിരുന്നു, ഭാഗം വെച്ചപ്പോ ഇളയ അനിയന് കൊടുത്തു. എന്ത് കുടുംബം? അതല്ലെന്ന്, കുടുംബം ഇങ്ങനെ ചെട്ടി വെച്ചിട്ട് ഇങ്ങനെ വലുത്. ഓ, മുടി അത് തന്നെ ഒഴിഞ്ഞു പോയി. ആണോ? ഞാൻ വിചാരിച്ചു പിഴുത് കളഞ്ഞായിരിക്കും. അല്ല, എടോ താൻ എവിടുന്നാ വരണത്? ഇല്ല, തൂണിന്ന്. ഇല്ല, തൂണിന്ന് വരാൻ താൻ നരസിംഹം വല്ലോ ആണോ? അല്ലെന്ന്, നരസിംഹം അല്ല. അത് നമ്മുടെ ഇല്ലം, നമ്മുടെ തറവാട്ട് പേര്. തറവാട്ടിന്ന്? അത് തന്നെ. എവിടാ തന്റെ സ്ഥലം? മാന്തുക. തിരിഞ്ഞു നിക്കുക. എന്താ ചെയ്യാ, മനുഷ്യന് തിരുമേനി എന്താ കാണിക്കുന്നത്? എടോ താൻ മാന്താൻ പറഞ്ഞു. മാന്തി തരാൻ പറഞ്ഞല്ലെന്ന്. പന്തളത്തിനടുത്ത് മാന്തുക എന്ന് പറഞ്ഞ സ്ഥലമില്ലയോ? ഓ, അവിടെയാണ് എന്റെ തറവാട്. വേളി? വേളി അങ്ങ് തിരുവനന്തപുരത്താ. എന്ത് കൊച്ചുവേളി? അതല്ലടോ, പിന്നെ? വേളി കഴിച്ചോന്ന്. വേളി കഴിച്ചില്ല, വരുന്ന വഴിക്ക് 2 ബോളി കഴിച്ചു. താളി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി കളിക്കും. എന്റെ ശിവ, അതൊക്കെ പോട്ടെ, നാമം പറയാ. എന്റെ പേര് ഗിരിരാജൻ. തിരുമേനി, തിരുമേനി, ആ, ഊണ് കാലായിരിക്കണോ? തന്നോടൊരു കാര്യം ഞാൻ പറയാം. താൻ ഇവിടെ വരുമ്പോ ഊണുകാലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ ചോറ് ചോദിച്ചാ എവിടെ നിർത്തിട്ടാ കൊടുക്കുക? തിരുമേനി അല്ലേ പറഞ്ഞ ഗമ കാണിക്കണോന്നാ? എടോ, ഊണെന്ന് പറഞ്ഞ ഗമയെന്നാണോ അർത്ഥം? പറഞ്ഞിട്ട് ഒരു കാര്യമില്ലേ. അല്ല തിരുമേനി, ആരാ ഇത്? ഇത് കുഞ്ഞൂട്ടൻ. ശരിക്കും ഇതാരാ? ശിഷ്യനാണോ മകനാണോ? ഇതൊരു കഥയാണോ? കള്ളക്കഥ ആണെങ്കിലും പറഞ്ഞോ, ഞാൻ കേട്ടോളാം. അതായത് ഇവന്റെ അച്ഛനെ വിഷം തീണ്ടി അവിടെ കൊണ്ടുവന്നത്. വിഷം തെണ്ടി ആരേലും പോകുമോ? പറഞ്ഞു. വിഷം തെണ്ടി എന്നല്ല പറഞ്ഞത്, വിഷം തീണ്ടിയാ ഇവന്റെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നതാ. അപ്പൊ ഇവന്റെ അച്ഛൻ ഒരേ നിർബന്ധം, എന്ത്? കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം ഇറക്കണം. അതെന്തിനാ? തിരിച്ചു കടിക്കാൻ. ഇവന്റെ അച്ഛൻ ഗീരിയാണോ? അല്ലടോ, വാശി തീർക്കാൻ. ഓ, ഭയങ്കര എനിക്കറിയോ, നേരം വെളുക്കെന്ന് പറഞ്ഞാൽ കുത്തിയിരുന്ന് വിളിച്ചിട്ടും വന്നില്ല പട്ടി. പട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ പാമ്പ് അങ്ങനെ തിരുമേനി വരുന്നേ? പാമ്പിനെ തന്നെ ആ പട്ടി എന്ന് പറഞ്ഞത്. ആണോ? എടോ, എനിക്ക് തോന്നുന്നു ആ പാമ്പ് പൊട്ടനായിരുന്നു എന്നൊരു സംശയം. തിരുമേനിയാ ഇപ്പൊ പൊട്ടൻ. പാമ്പിന് ചെവിയില്ലെന്ന്. ആണോ? പക്ഷേ നേരം വെളുത്ത് 7 മണിയായപ്പോ ആള് വന്നു കേട്ടോ. എങ്ങനെ? ഊബർ വിളിച്ചാ വന്നത്. ഇവിടെ പാമ്പ് ഇഴഞ്ചല്ലടോ വരണത്. അത് ശരിയാണല്ലോ. ഈ വന്നു കഴിഞ്ഞപ്പോ ഇവന്റെ അച്ഛൻ വൃതി അടഞ്ഞു. ഓ, അങ്ങനെ. പിന്നെ വിളിച്ചു വരുത്തി അപമാനിച്ചെന്നും പറഞ്ഞ് ഇതെന്നെ ശപിച്ചിട്ട് ഒറ്റ പോക്കായിരുന്നു. ഇപ്പൊ ഇല്ലെന്നിറേ പാമ്പാ. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ തിരുമേനിയും. അല്ല, ഞാനേ ഇതിനിടയ്ക്ക് വരാൻ ചോദിക്കാൻ മറന്നു. തിരുമേനിയുടെ പേരെന്താ? വല്ലാത്ത നീലകണ്ഠൻ. അങ്ങനല്ലല്ലോ, മംഗളശ്ശേരി നീലകണ്ഠനില്ലയോ? എന്നെ മുണ്ടക്കൽ ശേഖരൻ ആകരുത് കേട്ടോ. അതെന്താ? തിരുമേനിക്ക് ദേഷ്യം വന്നാ മുണ്ടുപൊക്കി കാണിക്കുമെന്ന. വേണ്ട, അതൊക്കെ പോട്ടെ. താൻ കല്യാണം കഴിച്ചോ? ഇല്ല, കല്യാണം കഴിക്കാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ അതിനിവിടെ മാട്രിമോണി അല്ലല്ലോ നടത്തുന്നത്. അതല്ലെന്ന്, എനിക്ക് പ്രായം കുറച്ച് ഒന്ന് കല്യാണം കഴിക്കണം. അതാ ഞാൻ ചോദിച്ചത്, താൻ കല്യാണം കഴിക്കാൻ എന്താന്ന്? കല്യാണം കഴിക്കാൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നെ ഞങ്ങളുടെ അച്ഛൻ ഒരു പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയി. പെണ്ണിന്റെ വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുന്നു. പെണ്ണിനെയോ? അല്ല, മിച്ചറ്, അലുവ, ലഡു, ബോണ്ട, ജിലേബി, ഇങ്ങനെ കുറെ സാധനങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നു. മിച്ചറ് കണ്ടപ്പോ തന്നെ എനിക്ക് തോന്നി ആര് തിന്നാനായിരിക്കും. അല്ലെന്ന്, അതിനകത്ത് കപ്പലണ്ടി ഇല്ല. ആഹാ. പിന്നെ ലഡുവിന് ഭയങ്കര മധുരമാണ്. ഈ ലഡു ഒക്കെ ആസ്വദിച്ച് അങ്ങോട്ട് കഴിച്ചോണ്ടിരിക്കുമ്പോ പെണ്ണിന്റെ അച്ഛൻ അസ്ഥാനത്തൊരു ചോദ്യം. ഇത്ര ആക്രാന്തം പാടില്ലെന്നായിരിക്കും. അയ്യോ അല്ല, വിദ്യാഭ്യാസം എന്തെന്ന്. തിരുമേനി, അതായത് വിദ്യാധനം സർവ്വധനാൽ അടപ്രഥമൻ എന്നല്ലേ? ഇളക്കുക. അതെന്താ അങ്ങനെ? അല്ലെങ്കിൽ നമ്മളെ കെട്ടി ഇളക്കും. അതല്ല, ഞാൻ ചോദിച്ചു വിദ്യാഭ്യാസം എനിക്ക് എന്തോ ഉണ്ടെന്ന്. അന്തസ്സോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? പഠിത്തമില്ലെന്ന്. അന്ന് ഞായറാഴ്ച ആയിരുന്നോ? ഞായറാഴ്ചയല്ല, എനിക്ക് പഠിത്തമില്ലെന്ന് പറഞ്ഞു. അപ്പൊ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു, വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത നിനക്ക് ഇവിടെ പെണ്ണുമില്ല പെടക്കോഴിയില്ലെന്ന്. പിന്നെ എനിക്ക് വാശിയായിരുന്നു പഠിക്കണമെന്ന്. പഠിച്ചു 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 പഠിച്ച് ഞാൻ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോ അവിടെ പിടിച്ച് പൂട്ടിയിട്ട് കാണും. പൂട്ടിയിട്ടില്ല. പിന്നെ പഠിപ്പിക്കുന്ന സാറന്മാർ എന്നോട് പറഞ്ഞു, എന്ത് തന്തയുടെ പ്രായമുള്ള നിന്നെ ഞങ്ങൾ തല്ലുന്നില്ല, ഇപ്പൊ ഇറങ്ങിക്കണമെന്ന്. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു, പ്രായം കുറച്ച് സൗന്ദര്യം കൂട്ടി ഒരു കല്യാണം കഴിക്കണമെന്ന്. പീടികയിൽ ചെന്നിട്ട് പാല് കൂട്ടി പഞ്ചാര കുറച്ചൊരു ചായ എടുക്കാൻ പറയണ പോലാണോ താൻ ഇവിടെ വന്നിട്ട് പറയണത്? തിരുമേനി എന്നെ ഒന്ന് സഹായിക്കണം. ഇങ്ങോട്ടാ, എന്തായാലും വന്ന് കേറിയതല്ലേ, അടുത്ത് വരിക, എന്നിട്ട് കിഴി കൊടുക്കുക. ആ കാര്യം ഞാൻ ഏറ്റു. അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. താൻ എന്താണ് ഈ കാട്ടിയത്? തിരുമേനി അല്ലേ പറഞ്ഞത്
എന്ത്? തൊഴി കൊടുക്കാൻ. തൊഴി കൊടുക്കാനല്ല പറഞ്ഞത്, കിഴി കൊടുക്കാനാ പറഞ്ഞത്. സാധാരണ തൊഴി കൊടുത്തതിന് ശേഷമല്ലേ നമ്മൾ തിരി പിടിക്കാറുള്ളത്. എന്താ ചെയ്യാ? പിടിക്കാ 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 പിടിക്കാ. പിടിക്കാ പിടിക്കാ. പിടിക്കാ എടുക്കുക. എടുക്കുക പിടിക്കുക. എടുക്കുക അടുക്കുക. കിടക്കുക പിടിക്കുക. പിടിക്കുക എടുക്കുക. പിടിക്കുക പിടിക്കുക. പിടിക്കുക പിടിക്കുക. ഇവിടെ വെക്കുക വെക്കുക. വെക്കുക വെക്കുക. എന്റെ ശിവ, യ്യോ, ഡോ, ഡോ. എണീറ്റ് കേട്ടോ, ആണോ? പേടിക്കണ്ട. ആശ്വാസമായി. ശിവ എണീറ്റു. അയ്യോ. തിരുമേനി, എന്താ? അല്ല, ഞാൻ നാട്ടിലെ ഒരു പ്രാണിയാണല്ലോ. പ്രാണിയോ? നാട്ടിൽ ഒരു ഇല അനങ്ങണമെങ്കിൽ എന്നോട് ചോദിക്കും. ഈ ഇല വന്ന് തന്നോട് ഏത് ഭാഷയിലാ ചോദിക്കണത്? എന്താ? ഞാനെന്ന് അനങ്ങിക്കോട്ടെ എന്ന്. അതല്ല, പിന്നെ തിരുമേനിക്ക് അറിയാമോ? എന്ത്? എന്റെ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത്? ഞാൻ കൊച്ചിലെ ഇങ്ങനെയല്ല ഇരുന്നെന്ന്, ഞാനൊരു പൂവമ്പഴം പോലെ ഇരിക്കുമായിരുന്നെന്ന്. ഇപ്പോഴും പൂവില്ലെന്നേ ഉള്ളൂ. അതെ അതെ. തിരുമേനി, എന്താ ഇപ്പൊ ചെയ്യാ? ഒരു കാര്യം ചെയ്യാം, ഇതിനെ പിടിച്ച് ആ കൂട്ടിലോട്ട് കയറ്റുക, ചികിത്സ തുടങ്ങാം. വരിക വരിക ചെല്ലുക വരിക ചെല്ലുക വരിക വരിക വരിക. ഇങ്ങോട്ട് വരിക. ചെല്ലുക അങ്ങോട്ട് കേറ അങ്ങോട്ട്. കേറ അത്തട്ട കുടിക്കുക, തല കുണിക്കുക. കേറുക. കയറ്റുക. ഏറ്റിട്ടുണ്ടേ. ഡോ, നോക്കിക്കോണം. തിരുമേനി, എന്താ? നല്ല സുഖമുണ്ട്. ആണോ? ഉം. സൂചിച്ചോളൂ. ഇവിടെ നേരത്തെ ആരൊക്കെയാ ചികിത്സയ്ക്ക് വന്നേ? ഞാൻ പറഞ്ഞു കൊടുക്കാൻ തിരുമേനി. പറഞ്ഞു കൊടുക്കണോ? അതായത് മലയാളത്തിന്റെ യങ് സൂപ്പർ സ്റ്റാർ ആ. ശുൽക്കർ സൽമാൻ. ആരാ? ശുൽക്കർ സൽമാൻ. ഓ, ഓ, ഓ. അദ്ദേഹത്തിന്റെ സീമന്ത പ്രതാപ്. നിർത്തുക. 2 ഡയലോഗ് തന്നപ്പോ നിന്നങ്ങ് തെറ്റിക്കുക. തിരുമേനി പറഞ്ഞോളൂ. വേറെ ആരാ തിരുമേനി വന്നേ? വേറെ തമിഴിൽ നിന്ന് അരവിന്ദസ്വാമി വന്നായിരുന്നേ. ആ, തിരുമേനി ആ. അതാരാ മനസ്സിലായില്ലോ. അരവര വെന്തപ്പോ ഇറങ്ങി കൊടുത്തിട്ട് ഓടിയില്ലടോ. അവന്റെ കാര്യം പറഞ്ഞത്. ആണോ? ഉവ്വ. മിണ്ടണ്ട. നോക്കിക്കോളൂ, ഇപ്പൊ ഞാൻ വരാം. ഓക്കെയാണ് തിരുമേനി. നോക്കുക. ഇതെങ്ങനെയാണ് ഈ സ്വിച്ച് ഒക്കെ വെച്ച് വെച്ചിരിക്കുന്നത്? കറക്റ്റ് ആയിട്ടുണ്ടോ എന്തോ? തിരിച്ചു വെച്ചിരിക്കുക. തിരുമേനി വരുന്നതിന് മുമ്പ് ഇച്ചിരി സുന്ദര കുട്ടപ്പനായിക്കോട്ടെ. തിരുമേനി ഇപ്പോഴെങ്ങനെ വന്നു കഴിഞ്ഞ എന്താ ചൂട്ടാ, തിരുമേനി എന്തായടോ? കറക്റ്റ് ആയിക്കൊണ്ടിരിക്കണു. ആവട്ടെ, ആ, നന്നായിട്ട് ആവട്ടെ കേട്ടോ. ഇളക്കുക. ഇളക്കിക്കൊണ്ടല്ലേ ഇരിക്കണതാ. ഇളക്കോണ്ടേ ഇരിക്കൂ. എക്സ്ക്യൂസ് മീ. തിരുമേനി ദാ, ഇങ്ങോട്ട് നോക്കുക. കിഴങ്ങിന്റെ തൊലി പൊളിച്ച പോലെ ആയല്ലോടോ. എന്താ ഇപ്പൊ ചെയ്യാ? തിരുമേനി, ആ, എന്തോ മാറി നിൽക്കുന്നേ? എങ്ങനെയുണ്ടാ? കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. എന്നെ കണ്ടാൽ സുന്ദരനാണോ? കണ്ണടച്ച് പറഞ്ഞ ഒരു 35, കണ്ണ് തുറന്നങ്ങോട്ട് പറഞ്ഞാലോ? 15. അപ്പോ എനിക്ക് കല്യാണം കഴിക്കണ്ടേ? കല്യാണം താൻ കുറച്ചുകൂടെ വൈകുന്നതാ നല്ലത്. അതെന്താ? പപ്പും പൂടെയൊക്കെ കളിക്കണ്ടേ? തിരുമേനി, ആ. ഞാനൊരു സംശയം ചോദിക്കട്ടെ? ചോദിക്കുക. ഈ കോലത്തിൽ എന്റെ തളർന്നു കിടക്കുന്ന അച്ഛൻ കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ? അടുത്ത കർക്കിടവാവിന് നിനക്ക് അച്ഛന് ബലിയിടാം. തിരുമേനി, ഏ? എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ആയി.